ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ്. ഇന്നലെ നമ്മൾ പ്രളയത്തെ കണ്ടില്ലേ, ഈ വഴിയാണ് നമ്മൾ ഇറങ്ങിപ്പോയത് വെള്ളത്തിൽ കൂടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, വീട്ടിനകത്തോട്ട് പോയ എന്താ അവസ്ഥ എന്നൊക്കെ നോക്കാനായിട്ട്. ഇന്നലെ ഈ വഴിയുടെ പോയപ്പം കഴുത്തറ്റം വെള്ളം ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടതല്ലേ. ഇന്നലെ ലൈവ് വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം ഇന്നലെ ഇതിലൂടെ പോയപ്പം എന്തുമാത്രം വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നലത്തെ അവസ്ഥ ഉണ്ട്. പിന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ അങ്ങോട്ടൊന്ന് പോവുകയാണ്. ഈ വീടൊക്കെ ഇന്നലെ കണ്ടില്ലായിരുന്നു, വെള്ളത്തിൽ കിടക്കുന്നത്. ആ കിണറൊക്കെ എത്രയും വെള്ളം ഉണ്ടായിരുന്നെന്ന്. ഇതുണ്ടോ കിണർ. ഇന്നലെ ഇതെല്ലാം മൂടിക്കെട്ടി കിടക്കുമായിരുന്നു. ഇന്നലെ കിണറ്റിലെല്ലാം വെള്ളം ഇറങ്ങി ഇന്നലെ. ഇത്ര കണ്ടോ ആ ചപ്പ് കിടക്കുന്ന കണ്ടോ, ഇത് കണ്ടോ ആ ലെവലിൽ വെള്ളമായിരുന്നു കണ്ടോ. ഇതെല്ലാം വെള്ളമായിരുന്നു. ഇന്നലെ ഞങ്ങൾ ഈ വഴി കൂടെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇന്നലത്തെ വെള്ളം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ട കോട്ട കിടക്കുന്നു. അതിന് താഴെ പമ്പയാറാണ് ഇതിൻ്റെ താഴെ. അപ്പം ഇന്നലെ ഞങ്ങൾ വെള്ളം തെന്നിക്കിടക്കുക, കാരണം പാല് പിടിച്ച് മാറ്റി ഇറങ്ങി വെള്ളം. ഞങ്ങളുടെ ടാങ്ക് വന്ന് കിടക്കുന്നുണ്ട്, കൊച്ചി ടാങ്ക്. അവിടെ ഇരുന്ന ടാങ്ക് ഇന്നലെ. ഇതേ കൂടെ ഞങ്ങൾ വീണ്ടും മുറ്റത്തോട്ട് പോയത്. ഉണ്ട് അങ്ങോട്ട് ചള്ളയാ. പക്ഷേ പ്രളയത്തിൻ്റെ കൂട്ട് ചള്ളയില്ല. പ്രളയം എന്ന് പറയുന്നത് ചള്ളയായിരുന്നു, മൊത്തം ചള്ളയായിരുന്നു. ഉണ്ട് അല്ല ഈ കണ്ടോ, ഡോറ് തുറക്കാൻ പറ്റുന്നില്ല, ഇവിടെ വന്ന് അടിഞ്ഞ് കിടക്കുന്നുണ്ടോ കസേരയെല്ലാം. ഇതുണ്ടോ അവസ്ഥ കിടക്കുന്നുണ്ടോ. പ്രളയത്തിൻ്റെ കൂട്ടുള്ള ചള്ളയില്ല, ചെറിയ രീതിയിലുള്ള ചള്ളയേ ഉള്ളൂ. ഞങ്ങളുടെ അയ്യപ്പനൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടോ നിങ്ങൾ. കണ്ടോ ഇന്നലെ ഇവിടെ എല്ലാം വെള്ളം കയറി കിടന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. കണ്ടോ ചെരുപ്പൊക്കെ കട്ടിലേ വന്ന് കിടക്കുക. ചെറിയ ചള്ളയുണ്ട്, പ്രളയത്തിൻ്റെ കൂട്ടുള്ള ചള്ളയില്ല. പ്രളയത്തിന് മൊത്തം ഒരു അരയറ്റം ചള്ള കിടക്കുമായിരുന്നു. ഇത് പ്രളയമല്ല, ഇത് സാധാരണ ഉള്ളുപൊട്ടി വെള്ളമൊക്കെ പൊങ്ങിയാലും പണ്ട് ഇതുപോലെ കയറുമായിരുന്നു. അതേപോലെ കയറി എല്ലാ പ്രാവശ്യത്തേക്കാളും കുറച്ച് കൂടുതൽ കയറിയിട്ടുണ്ട്. എൻ്റെ അവസ്ഥ ഫ്രിഡ്ജൊക്കെ കിടക്കുന്ന കിടപ്പ് കേട്ടേക്കടെ വെള്ളത്തിൽ. ഫ്രിഡ്ജ് തന്നെ നോക്കി വെക്കാൻ പറ്റുമോ നോക്കട്ടെ. വെയിറ്റ് ആയിരിക്കുമല്ല. പിന്നെ നോർത്ത് വെക്കാം. ഇവിടെ വരെ കയറട്ടെ. ഇതുണ്ട് അടുക്കളയൊക്കെ. മീൻകറിയൊക്കെ അതുപോലെ ഇരിപ്പുണ്ട്. മീൻകറിയെല്ലാം കയറിയിട്ടില്ല. സവോള സാധനങ്ങളെല്ലാം അതുപോലെ ഉണ്ട്. അടിയിലത്തെ ഇത്രയും ലെവലിലേ കയറിയിട്ടുള്ളൂ. അപ്പം താഴോട്ടേ കയറിയിട്ടുള്ളൂ, പാദത്തിൽ താഴോട്ടേ കയറിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ. മേളിലോട്ടൊന്നും പ്രശ്നമൊന്നുമില്ല. കിളത്തി വെച്ച സാധനങ്ങളൊക്കെ അതുപോലെ ഉണ്ട്. താഴെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ളൂ പ്രശ്നം. ഫ്രിഡ്ജ് ഒക്കെ പ്രശ്നമാണ്, അതെല്ലാം പ്രശ്നമാണ്. ഞാൻ ടി വി ഒക്കെ എടുത്ത് കളത്തി വെച്ചിട്ടാണ് പോയെ. എൻ്റെ ഈ മുറിക്കകത്ത് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് ശകലം താണ മുറി, അതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്നതിനകത്ത്. ഇതെല്ലാം കോരി വൃത്തിയാക്കണം. അപ്പം
കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ലൈവ് വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലായി കാണും. അപ്പോൾ അത് ഇതുമായിട്ടുള്ള വ്യത്യാസം. രാവിലെ ഞങ്ങൾ ഞാനിത് അന്നെല്ലാം തുറന്ന് നോക്കിയതാണ്. മുറിയിൽ എല്ലാം തുറന്ന് നോക്കി. ശരി, അപ്പം 6 ഞാൻ കാണിച്ചു തരാമേ. 6 കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കും. ശരി ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം, ലൈക്ക് വേണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു. ലോകത്തിൽ 6 അവിടെ മഴ ചള്ള കിടക്കുന്നുണ്ട. ഈ വെള്ളം കയറി ചള്ളയായതാണ്. അങ്ങോട്ട് പോകാനൊക്കത്തില്ല. ചള്ള ഉണങ്ങാതെ പോകാനൊക്കത്തില്ല. പിന്നെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം.